എന്തുകൊണ്ട് ഭൂരിഭാഗം പേരും ഓപ്ഷൻസ് ബൈയിങ്ങിൽ ലോസ് ഉണ്ടാക്കുന്നു? ഓവർ ട്രേഡിംഗ് ആണ് കാരണം. പിന്നെ പെട്ടെന്ന് തന്നെ SLും ഹണ്ട് ആവുന്നു. അതുപോലെ ഇത് രണ്ടും റിലേറ്റഡ് ആണ്. കാരണം SL ഹണ്ട് ആവുമ്പോൾ ഉണ്ടായ ലോസ് തിരിച്ചു പിടിക്കാനാണല്ലോ വീണ്ടും ട്രേഡ് എടുക്കുന്നത്. അപ്പോ അങ്ങനെയല്ലേ നിങ്ങളൊരു ഓവർ ട്രേഡർ ആവുന്നത്? അടുത്ത വലിയൊരു പ്രശ്നം, ട്രെൻഡ് ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ 3 ട്രെൻഡാണ്. ഒന്നെങ്കിൽ നല്ല പോക്ക് മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ താഴേക്ക് പോകും. ഇത് രണ്ടും അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ്. അപ്പൊ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാലോ? ഞാൻ പറയുന്നില്ല, അത് SMC Pro ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു യൂസർ പറയും. ഓക്കെ സാറേ, എനിക്ക് ആ ടൈം ഫ്രെയിമിന്റെ ഒരു ഡൗട്ട് വന്നോണ്ട് ഞാൻ ചോദിച്ചതാണ്. തീർച്ചയായും എനിക്കിത് എൻ്റെ അനുഭവത്തിൽ ഇപ്പൊ എനിക്ക് ട്രേഡിന്റെ എണ്ണം കുറയ്ക്കാനായിട്ടും സ്റ്റോപ്പ് ലോസ് ഇപ്പൊ വളരെ റെയർ ആയിട്ടാണ് എനിക്ക് സ്റ്റോപ്പ് ലോസും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അടിക്കുന്നത്. എനിക്കിത് കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പിന്നെ ഈ ടൈം ഫ്രെയിം കാണുന്നതനുസരിച്ചും ഇങ്ങനെ ഒരു ഡൗട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചെന്നു. എന്തായിരുന്നു പുള്ളി പറഞ്ഞത്? SL അടിക്കുന്നത് കുറഞ്ഞു, പിന്നീട് ഓവർ ട്രേഡിംഗും കുറഞ്ഞു എന്നല്ലേ? ഇത് രണ്ടും വരുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായി നിങ്ങൾ പ്രോഫിറ്റിലാവും. അപ്പോ അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഇവിടെ നിങ്ങളൊരു ട്രേഡ് സെറ്റപ്പ് ഫോളോ ചെയ്യുന്നു. നാച്ചുറലി അത് നിങ്ങളെ ട്രേഡ് ഉള്ള സമയത്ത് മാത്രം ട്രേഡ് എടുക്കാനും അങ്ങനെ ഓവർ ട്രേഡിംഗ് ഒഴിവാക്കാനും റിസ്ക് കുറഞ്ഞ സോണിൽ ട്രേഡ് എടുക്കുന്നത് വഴി ചെറിയ സ്റ്റോപ്പ് ലോസിൽ എൻട്രി എടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കും ഈ മെത്തേഡിൽ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യണോ? എങ്കിൽ മെത്തേഡ് ഒന്ന് കമന്റ് ഇട്ടോ, ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം.